blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഐ നോ ദാറ്റ് സംതിങ് ഗ്രേറ്റ് ഗോഡ് ഹാസ് റിസർവ്ഡ് ഫോർ യു. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച കൊച്ചിയിൽ നിന്നുള്ള വെൽവിഷറായ ഒരു സഹോദരിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ സഹോദരിക്കായി പ്രാർത്ഥിക്കാം. കർത്താവെ, തൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവം നിൻ്റെ അനുഗ്രഹങ്ങൾ വന്ന് നിറയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് പ്രകടമായി വരട്ടെ. എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായ ദൈവം ഈ സഹോദരിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി നവംബർ 25 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം, കോഴഞ്ചേരി. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. ഡിസംബർ 10 ശനിയാഴ്ച, ലയൺസ് ക്ലബ് ഹാൾ, രാമൻചിറ, തിരുവല്ല. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. ഫോർ രജിസ്ട്രേഷൻ ആൻഡ് മോർ ഡീറ്റെയിൽസ് 8111996001. is speaking about strongholds here. ഇവിടെ പൗലോസ് കോട്ടകളെ കുറിച്ച് പറയുന്നു. എല്ലാം പറഞ്ഞു കോട്ടകൾ. കോട്ടകൾ. What is a kota? എന്താണ് ഒരു കോട്ട? What is a stronghold? എന്താണ് കോട്ട? A stronghold is a fortified dwelling place used as a means of protection from the enemy soldiers. ശത്രു സൈന്യത്തിൽ നിന്ന് രക്ഷ നേടുവാനായി പ്രത്യേകം കെട്ടി ഉയർത്തിയ സങ്കേത കേന്ദ്രങ്ങളാണ് കോട്ടകൾ. In those days they were mainly made on a high mountainside. അന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും ഉയർന്ന സ്ഥലങ്ങളിൽ മലമുകളിലൊക്കെയാണ് പണിതുകൊണ്ടിരുന്നത്. They were not building it, they were caving it, they were taking away some stuff from the side of the mountain and they were making like a cave and they were hiding in the cave. അവർ ഒരു കാര്യം പണിതുയർത്തുകയല്ല ചെയ്യുന്നത്, പകരം ഉള്ള ഇതിൽ നിന്ന് തുരന്നു കളഞ്ഞ ഒരു ഗുഹ ഉണ്ടാക്കുന്നത് പോലെ അതിൽ നിന്ന് ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. And when the enemy forces are coming, ശത്രു സൈന്യം വരുമ്പോൾ they would hide inside the cave. ഈ ഗുഹകൾക്കകത്ത് അവർ ഒളിച്ചിരിക്കും. It was very difficult to attack these strongholds. ഈ കോട്ടകളെ ആക്രമിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. Mainly it was very difficult to identify or locate the strongholds. ഈ ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഈ കോട്ടകളെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. And it was very difficult to attack. അതിനുശേഷം ആക്രമിക്കാനും ബുദ്ധിമുട്ടാണ്. Now Paul is talking about some strongholds in a human mind. ഇവിടെ പൗലോസ് മനുഷ്യന്റെ മനസ്സിന്റെ അകത്തുള്ള ചില കോട്ടകളെ കുറിച്ചാണ് പറയുന്നത്. And these strongholds are not strongholds for God or man, they were strongholds for the devil. ഈ കോട്ടകൾ എന്നുള്ളത് ദൈവത്തിൻ്റെതല്ല, മനുഷ്യൻ്റെതല്ല, പിശാച് ഒളിച്ചിരിക്കുന്ന ചില കോട്ടകളാണ്. What are these strongholds? എന്താണ് ഈ കോട്ടകൾ? These strongholds are wrong thought patterns. ഇത് തെറ്റായ ചിന്താഗതികളാണ്. Negative thought patterns. നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളാണ്. Unscriptural, unbiblical negative thought patterns or mindsets. ബൈബിളിന് എതിരായ, തിരുവെഴുത്തിന് എതിരായ ചില ചിന്താഗതികളാണ്. Hallelujah. ഹല്ലേലൂയ. So what happens is, even if a believer is believing in the Lord and having a wrong mindset, that wrong mindset will be like a cave where some demon spirits can hide and operate from there. ഒരാൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിലും അവന് തെറ്റായ ചില ചിന്താഗതികൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ചിന്താഗതികൾ ശത്രുവിന്, അശുദ്ധാത്മാക്കൾക്ക് ഒളിച്ചിരിക്കുവാനുള്ള ചില കോട്ടകളായി അവന്റെ അകത്തുണ്ടാവും. A very simple example. വളരെ ലളിതമായ ഉദാഹരണം. Some believers think that they can never be
blessed. ചില ആളുകൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. ഇതിങ്ങനെ പോകും. എത്ര പ്രാർത്ഥിച്ചു തലയിലെ മുടി പോയി. കൈവച്ച് തലയിലെ മുടി പോകാൻ തുടങ്ങി. പക്ഷെ ഒന്നും വരുന്നില്ല. സോ ഇതിങ്ങനെ പോകും. ദാറ്റ്സ് എ റോങ് മൈൻഡ് സെറ്റ്. അതൊരു തെറ്റായ ചിന്താഗതി. That's a negative thinking pattern. അതൊരു നെഗറ്റീവായിട്ടുള്ള ചിന്താ രീതിയാണ്. So inside some demon spirits can come and work. അതിൽ ചില അശുദ്ധാത്മാക്കൾക്ക് വന്ന് പണിയാൻ കഴിയും. This is a fortress or a refuge for the demon spirits to hide in. ആ അശുദ്ധാത്മാക്കൾക്ക് ഒളിച്ചു കഴിയുവാനുള്ള ചില കോട്ടയായി സങ്കേതമായത് മാറും. So if you take any human mind, നമ്മൾ ഏത് മനുഷ്യന്റെ മനസ്സെടുത്താലും there could be 1, 2, 300 thousands of strongholds. ഒന്നും രണ്ടും നൂറും ആയിരക്കണക്കിന് ഇതുപോലുള്ള ഒളി സങ്കേതങ്ങൾ കോട്ടകളാണ് മനുഷ്യന്റെ മനസ്സിനകത്തുള്ളത്. My husband is never going to love me. എന്റെ ഭർത്താവ് എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ല. My children are never going to pass. എന്റെ മക്കൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. These are all strongholds. എല്ലാം മനസ്സിലെ കോട്ടകളാണ്. So even if the Lord is trying to bless that person, ദൈവം ആ വ്യക്തിയെ അനുഗ്രഹിക്കാൻ ശ്രമിച്ചാലും because of this mental barrier, ഈ മാനസിക തടവറ മുഖാന്തരം that blessing will not go down. ഈ തടസ്സം മുഖാന്തരം ഈ അനുഗ്രഹം അവനിലേക്ക് ഇറങ്ങി ചെല്ലുകയില്ല. Not only that, the devils are operating, the devil and his demons are operating from that strongholds. മാത്രമല്ല സാത്താനും അവന്റെ അശുദ്ധാത്മാക്കളും ഈ ഒളി സങ്കേതത്തിൽ ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. But I have a good news. പക്ഷെ എനിക്കൊരു നല്ല വാർത്തയുണ്ട്. Can I share it with you? ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. John 14:30 says, യോഹന്നാൻ 14:30 പറയുന്നു, in Jesus' mind there was no stronghold. യേശുവിന്റെ മനസ്സിൽ ഒരു കോട്ടയുമില്ല. Isn't that exciting? അത് നല്ലൊരു വാർത്തയല്ലേ? 14:30 says, I will not say, Jesus is saying, I will not say much more to you, for the prince of this world is coming. He has no hold over me. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. Meaning, in Jesus' mind, in Jesus' mind, there was no stronghold of the ആ enemy. വാക്യത്തിന്റെ അർത്ഥം ഇതാണ്, യേശുവിന്റെ മനസ്സിൽ സാത്താന്റെ ഒരു കോട്ടയും ഉണ്ടായിരുന്നില്ല. Now, the good news is that we are growing into that. നല്ല വാർത്ത ഇതാണ്, Hallelujah. നാം ആ നിലവാരത്തിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. Because in Corinthians it says we have the mind of Christ. കാരണം കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ് നാം. Hallelujah. Hallelujah. We are growing into that mental stature. ആ മാനസിക നിലവാരത്തിലേക്കാണ് നാം വളർന്നുകൊണ്ടിരിക്കുന്നത്. Hallelujah. Hallelujah. Not only that, Jesus won the greatest war in the whole history. മാത്രമല്ല മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധം അവൻ ജയിച്ചതാണ് യേശു. Where did he win the war? എവിടെയാണ് യേശു ആ യുദ്ധം ജയിച്ചത്? Can anybody tell me? ആർക്കെങ്കിലും എന്നോട് ഉത്തരം പറയാമോ? Okay. In Calvary. കാൽവരി ക്രൂശിൽ. You're half right. പകുതി ശരിയാണ്. The real battle was won not in the Mount of Calvary, but in the Garden of Gethsemane. യഥാർത്ഥമായ ആ യുദ്ധം നടന്നതും ജയിച്ചതും കാൽവരി മലമേൽ അല്ല, ഗെത്സമൻ തോട്ടത്തിൽ വെച്ചായിരുന്നു. He was alone. അവൻ ഒറ്റയ്ക്കായിരുന്നു. There was no prayer backup or support from his disciples. തന്റെ ശിഷ്യന്മാരിൽ നിന്ന് ഒരു പ്രാർത്ഥന സപ്പോർട്ട് തനിക്ക് ലഭിച്ചില്ല. All of them were. എല്ലാവരും കൂർക്ക വലിക്കുകയായിരുന്നു. He was praying alone. പക്ഷെ അവൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. First he prayed, Father, ആദ്യം അവൻ പ്രാർത്ഥിച്ചു, take this cup away from me. I can't bear it. I can't carry it. പിതാവേ I കഴിയുമെങ്കിൽ can't drink it. ഈ പാനപാത്രം എങ്കിൽ നിന്ന് ഒഴിവാക്കണമേ, എനിക്കിത് കുടിക്കാൻ കഴിയുന്നില്ല. Because a huge war was going on in his mind. കാരണം വലിയ ഒരു യുദ്ധം അവന്റെ മനസ്സിൽ ഇപ്പോൾ Should നടന്നുകൊണ്ടിരിക്കുകയാണ്. I drink the cup or not? ഞാൻ ഈ പാനപാത്രം കുടിക്കണമോ വേണ്ടയോ? There was a huge war going on. ഒരു വലിയ യുദ്ധം ഇവിടെ That was നടന്നുകൊണ്ടിരിക്കുകയാണ്. bigger than Star Wars and World Wars. ഏത് ലോക യുദ്ധത്തെക്കാളും സ്റ്റാർ വാർസിനേക്കാളും വലിയൊരു യുദ്ധമാണ് നടക്കുന്നത്. The greatest battle, the greatest war in human history. മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു യുദ്ധം ഇവിടെ മനസ്സിൽ But he നടക്കുകയാണ്. won the war. പക്ഷേ യേശു ആ യുദ്ധം ജയിച്ചു. And he prayed, Lord,
let thy will be done. എന്നിട്ട് അവൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. That was where the real battle was won. ഓ, അതാണ് യഥാർത്ഥത്തിൽ അവൻ യുദ്ധം ജയിച്ച സന്ദർഭം. Say hallelujah. ഹല്ലേലൂയ. And of course the manifestation of it came on the cross of Calvary. എന്നാൽ അതിന്റെ പൂർണ്ണ വെളിപ്പാട് നടന്നത് കാൽവരി ക്രൂശിലാണ്. But it was won in the Garden of പക്ഷേ Gethsemane. ഗെത്സമന തോട്ടത്തിൽ അവൻ ആ യുദ്ധം ജയിച്ചു കഴിഞ്ഞു. Another amazing thing is that Jesus was crucified in a place called Golgotha. മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം, ഗോൽഗോഥ എന്ന് പറയുന്ന സ്ഥലത്താണ് യേശു What is the ക്രൂശിക്കപ്പെട്ടത്. meaning of Golgotha? എന്താണ് ഗോൽഗോഥ എന്ന വാക്കിന്റെ അർത്ഥം? Meaning of Golgotha is skull. അതിന്റെ തലയോട്ടി എന്നാണ്. എല്ലാവരും പറഞ്ഞ തലയോട്ട്. തലയോട്ടി, തൊട്ടിട്ട് പറ തലയോട്ട്. തലയോട്ടി. Jesus was crucified on a hill called Golgotha. Skull. യേശു കർത്താവ് തലയോടിടം, തലയോട്ടി എന്നർത്ഥമുള്ള ഗോൽഗോഥയിലാണ് ക്രൂശിക്കപ്പെട്ടത്. There is a message from that. അതിൽ നിന്നൊരു സന്ദേശമുണ്ട്. If there are uncrucified thoughts in our mind, skull means mind, this portion mind. If there are uncrucified thoughts in our mind, that is the meat for the devil. അതിന്റെ അർത്ഥം ഇതാണ്, തലയോട് കാണിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. നമ്മുടെ ചിന്തയിൽ പിടിച്ചടക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ദൈവികമല്ലാത്ത ചിന്തകൾ ഉണ്ടെങ്കിൽ അത് പിശാചിന്റെ ഒരു ഇരയാണ്, ഭക്ഷണമാണ്. Where does the devil live? എവിടെയാണ് പിശാച് താമസിക്കുന്നത്? Tell me, in which quarters, in which apartment? സാത്താൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് സ്ഥലം ഏതാണ്? പറയൂ. Which bungalow? ഏത് Tell me. ബംഗ്ലാവിലാണ്? Which villa? ഏത് വില്ലയിലാണ്? Where? എവിടെയാണ്? പറയൂ. തലമുടിയില. എവിടെ? ഹൃദയത്തില. The Bible says the devil is dwelling in darkness. പിശാച് അന്ധകാരത്തിൽ വസിക്കുന്നു എന്ന് വചനം പറയുന്നു. The address of the devil is darkness. പിശാചിന്റെ മേൽവിലാസം എന്നത് അന്ധകാരമാണ്. Jude chapter 1 verse number 6. യൂദ 1-ാം അധ്യായം 6-ാം വചനം. And the angels who did not keep their positions of authority but abandoned their proper dwelling, these he has kept in darkness, underline, bound with everlasting chains of judgment on the great day. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. Oh, where does the devil live? എവിടെയാണ് സാത്താൻ വസിക്കുന്നത്? He is living in darkness. അവൻ അന്ധകാരത്തിൽ വസിക്കുന്നു. So wherever there is darkness, the devil is present. എവിടെയാണോ ഇരുട്ടുള്ളത്, അന്ധകാരമുള്ളത്, അവിടെ സാത്താൻ ഉണ്ടായി. What is darkness? എന്താണ് അന്ധകാരം? Darkness is ignorance. അന്ധകാരം എന്നാൽ അജ്ഞത. Darkness is ungodliness. അന്ധകാരം എന്നാൽ ദൈവികമല്ലാത്ത കാര്യങ്ങൾ. Darkness is sinfulness. അന്ധകാരം എന്നാൽ പാപം. Darkness is all immoral things. എല്ലാ അസാൻമാർഗികതയും അതിൽപ്പെടുന്നു. All negative things are dark. എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അന്ധകാരമാണ്. Inside the strongholds of negative thinking patterns, there is a place of darkness and the devil can dwell in. എല്ലാ ദൈവികമല്ലാത്ത നെഗറ്റീവായിട്ടുള്ള ചിന്തകളുടെ കോട്ടകൾക്കകത്തും അവിടെ അന്ധകാരമുണ്ട്. ആ അന്ധകാരം ഉള്ളിടത്ത് സാത്താൻ വസിക്കുന്നു. And the Bible says all unbelievers are living in darkness. വചനം പറയുന്നു സകല അവിശ്വാസികളും അന്ധകാരത്തിൽ വസിക്കുന്നു. Those who do not believe in Christ, the Bible says, are living in darkness. ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ഏവരും വചനം പറയുന്നു അവർ ഇരുളിൽ വസിക്കുന്നു. അങ്ങനെ അങ്ങ് അടച്ചു പറയല്ലേ ബ്രദറെ, നിങ്ങൾ മാത്രം സ്വർഗ്ഗത്തിൽ പോൾ. 2 Corinthians chapter 4 verse number 4. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാമത്തെ വചനം. The God of this age has blinded the minds of unbelievers so that they cannot see the light of the gospel that displays the glory of Christ, who is the image of God. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. Hello. This is what the devil does. ഇതാണ് പിശാച് ചെയ്യുന്നത്. If you are not believing in Christ, the true light, John
chapter 8 verse number 12, Jesus says, I am the light of the world. യോഹന്നാന്റെ സുവിശേഷം 8:12 കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. If you don't believe in that light, if you're not following that light, you are still living in darkness. നിങ്ങൾ ആ സത്യ വെളിച്ചത്തെ വിശ്വസിക്കുന്നില്ലെങ്കിൽ, അനുഗമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇരുളിൽ വസിക്കുന്നു. Brothers and sisters, I plead with you, if you want to follow anyone, don't follow me, don't follow this man, don't follow anyone. Follow the true light, Jesus Christ. സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ അനുഗമിക്കരുത്, ഈ സഹോദരൻ അനുഗമിക്കരുത്, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ അനുഗമിക്കരുത്. സത്യ വെളിച്ചമായ സത്യവാനായ യേശുവിനെ അനുഗമിക്കുക. Hallelujah. Hallelujah. And I have a greater news. അതിലും വലിയൊരു വാർത്ത പറയാനുണ്ട്. Colossians chapter 1. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം Verse number 12 അതിന്റെ 12 and 13 13 say, and giving joyful thanks to Father who has qualified you to share in the inheritance of his holy people in the kingdom of light. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും Then for he has rescued us from the dominion of darkness and brought us into the kingdom of the Son he loves. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. When a man or a woman who is an unbeliever is living in darkness, and that time the gospel is coming, the gospel is heard, the gospel is preached, the gospel is received, and that person is transferred from the dominion of darkness into the marvelous light of his kingdom. ഒരു വ്യക്തി യേശുവിനെ അറിയാതെ ഇരുളിൽ അവൻ വസിക്കുമ്പോൾ, സുവിശേഷം അവൻ കേൾക്കുമ്പോൾ, സുവിശേഷത്തിന്റെ സത്യം പ്രകാശം അവനിലേക്ക് അടിക്കുമ്പോൾ, ആ അത്ഭുത പ്രകാശം അവൻ സ്വീകരിച്ച് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക്, ആ രാജ്യത്തിലേക്ക് അവൻ കടക്കുകയാണ് ചെയ്യുന്നത്. All such people excited, shout a big hallelujah to the Lord. എല്ലാവരും കരങ്ങളെ അടിച്ച് ഉറക്കെ ഹല്ലേലൂയ പറയാം. Hallelujah. ഹല്ലേലൂയ. ഞങ്ങളുടെ പേര് ബെന്നി, മധ്യപ്രദേശിൽ നിന്ന് വരികയാണ്. മോൾക്ക് കുറച്ച് നാളുകൾക്ക് മുൻപ് തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തതിന് ശേഷം തനിക്ക് ഭയങ്കരമായ ഭയവും ടെൻഷൻ്റെയും ബുദ്ധിമുട്ടുകൾ വന്നു. വർഷങ്ങൾക്ക് മുൻപ്, വിവാഹത്തിന് മുൻപ് തനിക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായതാണ്. അത് ട്രീറ്റ്മെൻറ്റിലൂടെ മറ്റും അതൊക്കെ മാറിപ്പോയി. എന്നാൽ ഈ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തതിന് ശേഷം തനിക്ക് പേടിയും ഇതും വന്നിട്ട് തൻ്റെ ആത്മവിശ്വാസം മുഴുവൻ പോയി, മാനസികമായി മൊത്തം തകർന്ന അവസ്ഥയിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മോള് ഇവരോട് പറയും, തൻ്റെ കുഞ്ഞിനെ നോക്കുവാൻ തനിക്ക് കഴിയില്ല, തനിക്കതിനുള്ള ശേഷിയില്ല, അതുകൊണ്ട് ഈ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുത്തു കളയുക, ആർക്കെങ്കിലും കൊടുക്കാൻ പറയും. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിലേക്ക് വന്നു. തൻ്റെ ഭർത്താവ് തനിക്കും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ടെൻഷൻ്റെയും മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നാണ് അങ്കിൾ പറയുന്നത്. അപ്പോൾ അത്രയും ട്രീറ്റ്മെൻറ്റിൻ്റെയും ഇതിന് മാനസികമായ പ്രശ്നത്തിലൂടെ ഇവർ കടന്നുപോയി. അത്രയും ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ജനുവരി മാസം 16-ാം തീയതി തിരുവല്ലയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ, അന്ന് സിസ്റ്റർ ക്ഷമയാണ് അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ അങ്കിളും അമ്മയും മോളും എല്ലാവരും കൂടെ വന്ന് അവിടെ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം അവസാനത്തെ എല്ലാവർക്കും വേണ്ടിയുള്ള വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഇവർ വന്ന് പ്രാർത്ഥിച്ചു. വിഷയമൊന്നും പറഞ്ഞില്ല, ആ സമയത്ത് ഇവർ വന്ന് പ്രാർത്ഥിച്ചു. ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്, അതിനുശേഷം അദ്ദേഹം പറഞ്ഞ അന്ന് മുതൽ തന്നെ തൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് ശേഷം വ്യത്യാസം വരാൻ ക്രമേണ ആ ടെൻഷനും ഭയവും ആ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ തുടങ്ങി. അങ്ങനെ ചില ദിവസങ്ങൾക്കുള്ളിൽ, ചില മാസങ്ങൾക്കുള്ളിൽ താൻ പൂർണ്ണമായി ആ മാനസികമായ ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായി റിക്കവറായി. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്കോ എന്തെങ്കിലും മെൻ്റൽ ആയി സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, കർത്താവെ അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഇപ്പോൾ തന്നെ അവിടെയും നടക്കട്ടെ. Father, we pray for a sound mind in the name of Jesus, and we pray for mental healing. കർത്താവ് അത് ചെയ്തതിനാൽ നന്ദി. UAE ഡെലിവറൻസ് ക്ലിനിക്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും
ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു UAE ഡെലിവറൻസ് ക്ലിനിക് 2016. നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ 4 ദിവസങ്ങളിലായി സ്പൈസി ലാൻഡ് റെസ്റ്റോറന്റ്, അബു ഷഗാര, ഷാർജ. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി വിളിക്കുക 0557415 618 0509673 ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഡിസംബർ 2 വെള്ളിയാഴ്ച പ്രത്യേക ആരാധന വൈകിട്ട് 5 മുതൽ 7 വരെ അൽനാദ. വൈകിട്ട് 7:30 മുതൽ 9:30 വരെ വോയിസ് ഇന്റർനാഷണൽ മെയിൻ ഹാൾ, ജിജികോ മെട്രോ സ്റ്റേഷന് സമീപം, അൽ ഖരൂദ്, ദുബായ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി നവംബർ 25 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം, കോഴഞ്ചേരി. ഈ സമയത്ത് നമുക്ക് ഏർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അടുത്തും അകലെയുമായ പല രാജ്യങ്ങളിൽ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജയിലുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിൽ തന്നെ തെറ്റിദ്ധാരണയുടെ മേൽ താൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എത്രയും വേഗം ന്യായം അവർക്ക് ലഭിക്കട്ടെ. ചതിയിൽ കുരുക്കപ്പെട്ടവർ, അവർക്കെല്ലാം ന്യായം ലഭിക്കട്ടെ. എന്നാൽ ചെയ്ത തെറ്റിന് ശിക്ഷ വിധിക്കപ്പെട്ടവർ അതിലോർത്ത് മാനസാന്തരപ്പെട്ട് അനുതാപത്തോടെ പുതിയ വ്യക്തികളായി പുറത്തു വരാൻ അങ്ങ് സഹായിക്കണമേ. ഒരു ഘട്ടത്തിലും യേശുവെ അങ്ങ് കൈവിടില്ലല്ലോ, അങ്ങ് പ്രവർത്തിക്കണമേ. താങ്ക് യു ലോർഡ്. രോഗികൾക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ ചില പാടുകളും പാണ്ടുകളും വന്ന നിമിത്തം വലിയ പ്രയാസത്തിലായിരിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ അവരെല്ലാം ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ജീസസ് നെയിം. അതുപോലെ ബ്ലീഡിങ്, നിലയ്ക്കാത്ത രക്തസ്രവം, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചില ട്യൂമറുകൾ കർത്താവ് എടുത്തു മാറ്റുന്നു, ഇൻ ജീസസ് നെയിം. ഒരു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കർത്താവ് ഇപ്പോൾ സൗഖ്യമാകുന്ന കാഴ്ച തിരികെ വരട്ടെ. കണ്ണുകളോട് അനുബന്ധിച്ചുള്ള ഏത് രോഗവും നിങ്ങൾക്ക് ചെയ്യാവുന്നത് ആ കണ്ണിൽ നിങ്ങൾക്ക് കൈകളെടുത്ത് വയ്ക്കാം. പൂർണ്ണ സൗഖ്യം കർത്താവ് നീ കൽപ്പിക്കണമേ. ചില വ്യക്തികൾ അവരുടെ സ്മെല്ല് ചെയ്യാനുള്ള, മണം മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. മറ്റു ചിലർക്ക് രുചി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ 2 കൂട്ടർക്കും വിടുതൽ കർത്താവെ നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു, ഇൻ ദ നെയിം ഓഫ് ജീസസ്. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമേ. അതുപോലെ മദ്യപാനത്തിന് അടിമയായി ചില കുടുംബനാഥന്മാർ, ചില പുരുഷന്മാർ, അങ്ങനെയുള്ളവരെ കർത്താവ് പൂർണ്ണമായും വിടുവിക്കാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അവർ ആ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാകട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ഫൈബ്രോയിഡുകൾ മാറട്ടെ. ആ ഹെമറേജ് മൂലമുള്ള പ്രയാസങ്ങൾ സൗഖ്യമാണ്. ഇൻറ്റേർണൽ ബ്ലീഡിങ് നിൽക്കട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. അലർജികൾ മാറിപ്പോകട്ടെ, പ്രത്യേകിച്ച് ഫുഡ് അലർജി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അഭിജിത്ത് എന്ന പേരുള്ള ഒരു, എനിക്ക് തോന്നുന്നു 15 വയസ്സിൽ താഴെയുള്ള ഒരു മോൻ അഭിജിത്ത് അലർജി മൂലം പ്രയാസപ്പെടുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അഭിജിത്ത് ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ വിടുതലുകൾ എല്ലാ വ്യക്തികൾക്കും കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ വെള്ളിയാഴ്ച കോഴഞ്ചേരിയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അന്ന് തന്നെ രാത്രി 9:30 മണി മുതൽ അനേക മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ബ്ലെസ്സഡ് നൈറ്റ് വിജിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ നടക്കുന്നു.
തീർച്ചയായും നിങ്ങൾ വരണം. ദൂരെയാണെങ്കിലും സ്വന്തം വാഹനങ്ങളിൽ മറ്റുള്ളവരോട് ചേർന്ന് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് വരണം. മീറ്റിംഗ് കഴിയുമ്പോഴോ പ്രഭാതത്തിലോ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. കർത്താവ് ഈ ഒരു രാത്രി പ്രാർത്ഥന വലിയൊരു അനുഗ്രഹമാക്കി മാറ്റും. വി ഹാവ് സീൻ ഗ്രേറ്റ് മിറക്കിൾസ്. കർത്താവിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു കാരണവശാലും വരാൻ സാധിക്കുകയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലുകളിലൂടെയോ SMS-ലൂടെയോ വാട്സാപ്പിലൂടെയോ ഫോണിൽ വിളിച്ചോ പ്രയർ ലൈൻ നമ്പറിൽ വിളിച്ചോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാം. വി വിൽ പ്രേ ഫോർ യു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട തടസ്സങ്ങളെ തകർക്കുക, ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന പുസ്തകം ലഭ്യമാണ്. ഏറ്റവും അവസാനം പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം. ഇതിനുമുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ്. നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കാം, ഓൺലൈനായി കരസ്ഥമാക്കാം. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.